ഇന്നലെ വൈകിട്ട് ഞാൻ ഒരു പർട്ടിക്കുലർ റോഡിൽ കൂടി കടന്നു പോകുമ്പോ ഞാൻ എക്സൈസിന്റെ വണ്ടി അതുവഴിയെ കടന്നു പോകുന്ന കണ്ടു. മെയിൻ റോഡിൽ കൂടി അല്ല കേട്ടോ, ഞാൻ ഇടവഴി കൂടിയാണ്. സത്യം പറഞ്ഞ എനിക്ക് ആ ജീപ്പിന്റെ പുറകെ പോയാൽ കൊള്ളാവുന്ന ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു നമ്മൾ സംശയാസ്പദം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്കാണ് ആ വണ്ടി പോയത്. ഓക്കെ, പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പൊതുവെ പാലത്തിനടിയില് ഈ റെയിൽവേ ട്രാക്കിന്റെ മേളിൽ കൂടിയുള്ള ഫ്ലൈ ഓവർ അല്ലേ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില്, അതായത് ഈ ഡാർക്ക് പ്ലേസസ് ഓഫ് ദ സിറ്റി എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് പൊതുവെ അനാശാസ്യം എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങൾ. മുമ്പ് അനാശാസ്യം വേറൊരു ടൈറ്റിലാണെങ്കിൽ ഇപ്പൊ ഡ്രഗ്സ് ഞാൻ പേഴ്സണലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുമ്പ് പോയിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളാന്നുള്ളത് അങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത് നമുക്കൊരു പെട്ടെന്ന് നോട്ടബിൾ ആണെന്നുള്ളതല്ലാതെ ഐ ഫീൽ ഗ്രൗണ്ട് ലെവലിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ഓഫീസേഴ്സ് ഗ്രൗണ്ട് ലെവലിൽ പോയി വർക്ക് ചെയ്യുന്നില്ലേ? അതായത് ഏത് പോക്കറ്റ്സിലും പോയി ഐഡന്റിഫൈ ചെയ്യുന്നു, അവർക്ക് എങ്ങനെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഫ്ലാറ്റുകളുടെ പേര് കോട്ട് ചെയ്യാൻ തയ്യാറല്ല, ബിക്കോസ് റീസൺസ് വെൽ നോൺ. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രത്തോളം ഇവർ റീച്ച് ചെയ്യുന്നുണ്ട് എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഓഫീസേഴ്സ് അവിടെ വന്ന് പറയുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ജൂൺ 26 ഇന്ന് ആന്റി ഡ്രഗ് ഡേ ആണ്. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഗീത ജേക്കബ് മാം ആണ്. റെസ്പോൺസ് കേരളയ്ക്ക് മാമിന് സ്വാഗതം. ഇന്ന് ജൂൺ 26 തീയതി ആന്റി ഡ്രഗ് ഡേ ആണ്. ലഹരി വിരുദ്ധ ദിനമാണ്. ഇന്ന് ഇന്റർനാഷണൽ വിരുദ്ധ ദിനമാണ്. ഈ ഒരു ദിനത്തില് മാമിന് എന്താണ് പറയാനുള്ളത്? ഇന്നും ഒരു ദിനത്തിൽ മാത്രമല്ല പറയാനുള്ളത്, ഇതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 365 ദിവസം ഇത് പറയുന്നതാണ്. ഇന്ന് പക്ഷേ നമ്മളിപ്പോ ഈ സാധാരണ ഇപ്പൊ ഇതൊരു ഫാൻസി ആണല്ലോ, ഏതെങ്കിലും ഒരു ദിവസം തെരഞ്ഞെടുത്തിട്ട് ഇന്ന് പരിസ്ഥിതി ദിനം അല്ലെങ്കിൽ ഇന്ന് മദേഴ്സ് ഡേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഡേ പറഞ്ഞ് ആ ഡേക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ പേജ് തുറക്കുമ്പം എനിക്ക് ഇന്ന് തോന്നിയ ഒരു കാര്യം, എല്ലാരും ഇന്ന് ലഹരി വിമുക്തം എന്ന് പറഞ്ഞങ്ങ് ഭയങ്കരമായിട്ട് മുറവിളി കൂട്ടുകയാണ്, ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ എനി ഡേ സെലിബ്രേറ്റഡ്, ശരിയാണ്. ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, ഒരു ന്യൂ ഇയർ എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഡേക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതല്ലാതെ ഇന്ന് ഒരു ദിവസത്തേക്ക് പറഞ്ഞാൽ മതിയോ? ഇത് എവറി ഡേ എവറി മൊമെന്റ് നമ്മളുടെ യുവത്വത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഈ ഒരു ഡേയോടെ ഈ ഒച്ചവച്ചവരൊന്നും അതോടെ ഉറങ്ങി പോകരുത്. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ഈ ഒറ്റ ദിവസത്തിൽ മാത്രം ഇത് ഒതുങ്ങി പോകരുത്. നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഫയർ കിടക്കണം. നമ്മളുടെ യൂത്ത് ഇതിലേക്ക് വല്ലാതെ ഇറങ്ങി പോണു, അവരുടെ ജീവിതം നശിച്ചു പോകുന്നു, നമ്മുടെ സോഷ്യൽ ലിവിങ് പാറ്റേൺ തന്നെ മാറിപ്പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്നും ഒരു ഓർമ്മ ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ഈ ദിവസത്തെ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല, ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു, ഓപ്പറേഷൻ തൂഫാനെ പറ്റി. പക്ഷെ അത് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അന്ന് സംസാരിച്ചതും ഇന്ന് പക്ഷെ അതിന്റെ കുറച്ചൊക്കെ മൂവ്മെന്റ് വന്നു തുടങ്ങിയിട്ട് ആ ഒരു തമ്മിൽ മാമിന് എന്താ തോന്നുന്നത്? ഓപ്പറേഷൻ തൂഫാൻ കണ്ടിടത്തോളം വളരെ നല്ല തോതിൽ അവർ പ്രവർത്തിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. നമ്മള് കേട്ടറിവും കണ്ടറിവും ഒക്കെ വെച്ച് അത്യാവശ്യം നല്ല തോതിൽ പിടിക്കപ്പെടുന്നുണ്ട്, അതിനുവേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ട്. എന്തിനധികം ഇന്നലെ വൈകിട്ട് ഞാൻ ഒരു പർട്ടിക്കുലർ റോഡിൽ കൂടി കടന്നു പോകുമ്പോ ഞാൻ എക്സൈസിന്റെ വണ്ടി അതുവഴിയെ കടന്നു പോകുന്ന കണ്ടു. മെയിൻ റോഡിൽ കൂടി അല്ല കേട്ടോ, ഞാൻ ഇടവഴി കൂടിയാണ്. സത്യം പറഞ്ഞ എനിക്ക് ആ ജീപ്പിന്റെ പുറകെ പോയാൽ കൊള്ളാവുന്ന ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവരെ എങ്ങോട്ടാ പോകുന്നതെന്ന്. അതെ, ഒന്നും പോയില്ല. അത്യാവശ്യം ഒരു നമ്മൾ സംശയാസ്പദം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്കാണ് ആ വണ്ടി പോയത്. ഓക്കെ, പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പൊതുവെ പാലത്തിനടിയില് ഈ റെയിൽവേ ട്രാക്കിന്റെ മേളിൽ കൂടിയുള്ള ഫ്ലൈ ഓവർ അല്ലേ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില്, അതായത് ഈ ഡാർക്ക് പ്ലേസസ് ഓഫ് ദ സിറ്റി എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് പൊതുവെ അനാശാസ്യം എന്ന് പറയുന്ന ഒരു തലക്കെട്ടിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങൾ. മുമ്പ് അനാശാസ്യം വേറൊരു ടൈറ്റിലാണെങ്കിൽ ഇപ്പൊ ഡ്രഗ്സ് ഞാൻ പേഴ്സണലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുമ്പ് പോയിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളാന്നുള്ളത് ഇല്ല മാം, ഒന്ന് സൂചിപ്പിച്ചാൽ മതി. അതാണ് ഞാനീ പറഞ്ഞ ഫ്ലൈ ഓവേഴ്സ് എവിടേക്ക്. അതെ, പൊതുവെ എറണാകുളത്ത് നമ്മുടെ ഫ്ലൈ ഓവർ എവിടേക്ക് ഉണ്ടോ, അതായത് ഒരു ബ്രിഡ്ജ്, ഒരു റെയിൽവേ ബ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഉള്ള സ്ഥലം, അതിന്റെ താഴ് സ്ഥലം മിക്കവാറും ഈ ട്രാഫിക് രാത്രിയുടെ സമയമായി കഴിഞ്ഞാല് മേളിൽ ആ പാലത്തിലെ
ജനം ഉണ്ടാവുള്ളൂ. അതെ. താഴെയുള്ള സ്ഥലങ്ങളിൽ പൊതുവെ വെട്ടം വെളിച്ചമൊക്കെ ഇത്ര കുറവാ. അതെ. നടന്നു പോകുന്ന ആൾക്കാരുടെ ക്രൗഡും ആ സമയത്ത് കുറവായിരിക്കും. സേ അബൌട്ട് 11 or after that. അങ്ങനെയുള്ള സമയത്ത് അത്യാവശ്യം എല്ലാരും ഒരു സിനിമക്ക് പോകുന്ന ആൾക്കാർ ഒഴികെ, കാര്യം 11 ആകുമ്പോൾ മോളും സ്റ്റാളുകളൊക്കെ ക്ലോസ് ചെയ്യും, ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യും. മുമ്പൊക്കെ ഒരു 7 മണിയായി കഴിഞ്ഞാൽ എറണാകുളം ഇറങ്ങി പോവായിരുന്നു കടകളൊക്കെ അടച്ചിട്ട്. അതെ, ഇപ്പൊ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റ് ലൈഫിന് കൂടുതലും പുറത്തിറങ്ങുന്നത് യൂത്താണ്. ഓക്കെ, ദേ ആർ പാർട്ടിങ് ഓർ വട്ടെവർ, എന്താണെങ്കിലും. അല്ലാതെ ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ദേ ഗോ ടു ദി റെസ്റ്റോറന്റ് ഓർ ഒരു മൂവിക്ക് പോയി, അല്ലെങ്കിൽ ഈ 11 എന്ന് പറഞ്ഞ് മോർ ഓർ ലെസ് അതോടെ പിന്നെ സിറ്റി ഒരു ഉറക്കത്തിന്റെ മോഡിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിലെ പിന്നെയും വണ്ടി ആളുവാനൊക്കെ പിന്നെ ഉണ്ടാവുള്ളൂ. എവിടെയെങ്കിലും പോയി തിരിച്ചു വരുന്നവർ, ജോലിക്ക് പോയി വരുന്നവർ, ഇപ്പൊ ഷിഫ്റ്റുകൾ പലതുണ്ട്, അങ്ങനെയുള്ള വർക്ക് ലൈഫിലുള്ളവർ എന്താണെങ്കിലും. പക്ഷെ ഈ പാലത്തിനടിയിലൊക്കെ കൂടുതലും ഇപ്പോഴും ആ ഡാർക്ക് ഏരിയ തന്നെയാണത്. അങ്ങനെയുള്ള സ്ഥലത്താണ്. അതുപോലെ ഒരു പാലത്തിന്റെ ചോട്ടില് ഒരു റെയിൽവേ ട്രാക്കിന്റെ സൈഡിലോട്ട് ഗൈഡ് ചെയ്യുന്നിടത്തോട്ടാണ് ഞാൻ ഈ പറഞ്ഞ വണ്ടി ഇന്നലെ പോയി കണ്ടത്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ലേറ്റ് നൈറ്റ്. ഓക്കെ, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇറ്റ് വാസ് 9 o'clock. അത്രേ ആയിട്ടുള്ളൂ. ആ സമയത്ത് അവിടെ വണ്ടി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വെറുതെ പോയിരിക്കാൻ വഴിയില്ല, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ അവർ റാൻഡം ചെക്ക് ചെയ്താലും സന്തോഷമുള്ള കാര്യമാണ്. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഓപ്പറേഷൻ തുഫാൻ വന്നു കഴിഞ്ഞപ്പം ഉദ്യോഗ തലത്തിലുള്ള ആൾക്കാർ, ഇതിന് ബന്ധപ്പെട്ട ഓഫീസേഴ്സ്, അത് എക്സൈസ് ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല തോതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഈ പറഞ്ഞ ഔദ്യോഗിക തലത്തിലുള്ളവരുണ്ടായിരുന്നു, ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റും ഉണ്ടായിരുന്നു. ഇത്രത്തോളം ഒരു വിജിലന്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. ഒരു അതെ, ഇപ്പം എന്തുകൊണ്ടോ നല്ല തോതിൽ അവർ ആക്റ്റീവാണ്. അതിനൊക്കെ കേസസ് പിടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, മീഡിയകളിലൊക്കെ ഡെയിലി. അത് ചെറിയ അല്ല, ചെറിയ തോതിലല്ല, അത് വളരെ ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ്. കോടികളുടെ പതിപ്പുള്ള സാധനങ്ങളാണ് പിടിക്കപ്പെടുന്നത്. സോ അത് കാണുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ്. സം ചേഞ്ചസ് ആർ ഗോയിങ് ടു ഹാപ്പൻ. പിന്നെ ഇത് എന്താ പറയുക, എന്തോരം പിടിച്ചാലും ഒരു ഭാഗത്തുനിന്ന് വന്നുകൊണ്ടായിരിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു, എന്തോ അയൽ സംസ്ഥാനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള വരവിന് ഒന്ന് ജോയിൻ ഹാൻഡ്സ് വേണമെന്നുള്ളത്. ഓൾ ടുഗെദർ ഐ തിങ്ക് ഓപ്പറേഷൻ തുഫാൻ സീംസ് ടു ബി ഡൂയിങ് വെരി ഗുഡ്. നന്നായി തന്നെ അവരിനി കൂടുതൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ വാരിയേഴ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ മോഹൻലാലിനെയും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് അതെ അതെ, അപ്പൊ അതൊരു പോസിറ്റീവ് ചേഞ്ച് തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത് നമുക്കൊരു പെട്ടെന്ന് നോട്ടബിൾ ആണെന്നുള്ളതല്ലാതെ ഐ ഫീൽ ഗ്രൗണ്ട് ലെവലിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. അതിലേക്ക് എത്തുന്ന നമുക്ക് ഇപ്പൊ ഈ ഓഫീസേഴ്സ് ഗ്രൗണ്ട് ലെവലിൽ പോയി വർക്ക് ചെയ്യുന്നില്ലേ? അതായത് ഏത് പോക്കറ്റ്സിലും പോയി ഐഡന്റിഫൈ ചെയ്യുന്നു. അവർക്ക് എങ്ങനെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അവരെങ്ങനെയോ അത് സംഘടിപ്പിച്ച് ഇവിടങ്ങളൊക്കെ കണ്ടെത്തി. അത്രയധികം റെയ്ഡ് നടത്താതെ വെറുതെ പറയില്ലല്ലോ ഇത്ര കോടി പിടിച്ചു അത് ഇതെന്ന് പറഞ്ഞ കാര്യം. സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഉൾപ്പെടെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പൊ അത്രയും തോതിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു വർക്കും നമുക്ക് സോഷ്യലി, ഇപ്പൊ എന്റെ ഒരു ചെറിയ അഭിപ്രായം, നമ്മൾ ഈ പോലീസ് സ്റ്റേഷന്റെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് ലോക്കലൈറ്റ്സ് വർക്ക് ചെയ്യാറുണ്ട്. എന്തോ ഒരു പേരും പറയും, എനിക്കറിയില്ല, എന്തോ ഒരു പേരുണ്ടായിരുന്നു, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. അതായത് ദി ആർ ലോക്കൽ സിറ്റിസൺസ്. അവരാരും പോലീസിന്റെ ഭാഗമൊന്നും അല്ല, പക്ഷെ ദേ ബിക്കം പാർട്ട് ഓഫ് പോലീസ് ടു ഹെൽപ്പ് പോലീസ്. പോലീസിന് അവരെ അറിയാം, പോലീസിന്റെ തന്നെ അറിവോടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതായത് അല്ല, നോട്ട് അബൌട്ട് ഡ്രഗ്സ്, ഇൻ ജനറൽ എന്ത് സാമൂഹ്യ തെറ്റായിട്ടുള്ള കാര്യങ്ങളും ഇവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചെയിനാണ്. ഓക്കെ, അതിന് ഒരു പ്രത്യേക വാക്കുണ്ട്. അല്ല, ഒരു പ്രത്യേക വാക്കുണ്ട്. ദേ വർക്ക് ഇൻ ആസ് എ ബ്രിഡ്ജ്. അതത് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ ആ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു കുറച്ച് സോഷ്യൽ ഇൻവോൾവ്മെന്റ് ഉള്ള ചെറുപ്പക്കാരാണ് കൂടുതലും. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അതുപോലെ നമ്മളുടെ അടിത്തട്ടിലുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് വരണം. ഇപ്പൊ ഒരു ചെറിയ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് അവിടെ ഉള്ളവർക്കല്ലേ അറിയാവുന്നത്. അവർക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ഇപ്പൊ നന്നായി ആർക്കും വിളിച്ച് പറയാം നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യില്ല എന്ന് പറഞ്ഞ് കുറെ കാലമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കീഴ്ത്തട്ടിലുള്ള ആൾക്കാര്, അതായത് ബോട്ടം ലൈൻ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളവര്, അവർക്ക് നേരത്തെയും ഈ പറഞ്ഞ ഗവൺമെന്റിൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. യു ക്യാൻ ഇൻഫോം ദം, ഈ നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യില്ല എന്ന് പറഞ്ഞു.
പക്ഷെ അധികം ഒന്നും അതൊരു ആക്റ്റീവായിട്ടുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി അവരുടെ ഫിയർ ആയിരിക്കും. കാരണം ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ലീക്ക് ആയാലോ എങ്ങാനും പുറത്തു പോയാലോ. കറക്റ്റ്. എനിക്ക് ചില ആൾക്കാർ അങ്ങനെ സൂചിപ്പിച്ചും അറിയാം. ഇങ്ങനെ ഏത് ഏരിയ എന്നുള്ളതല്ല, നമ്മളത് അറിയിച്ചിട്ട് ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞ ബുദ്ധിമുട്ട് പേടിച്ചിട്ട് പലരും എന്താ വിചാരിക്കുന്നത്, വൈ ഷുഡ് ഐ റിസ്ക് മൈ ലൈഫ്? എത്ര പേര് അതിനു വേണ്ടി. കറക്റ്റ്. പക്ഷെ ഈ പറഞ്ഞ കൂട്ട് ബില്ലിംഗ് ആയിട്ട് വരുന്ന യൂത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആര് തന്നെ ആയിക്കോട്ടെ, അതിനിപ്പോ ഏജ് റെസ്ട്രിക്ഷൻ ഒന്നും വെക്കണമെന്നില്ല. അത് പെട്ടെന്നൊന്ന് പോയി അവരെ അറിയിക്കാൻ പറ്റുന്നവര് ആരും ആയിക്കോട്ടെ. അങ്ങനെയുള്ളതും ഈ ഫോൺ നമ്പർ സംവിധാനവും കൂടെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് നമുക്ക് ആ ഏരിയ വൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പ്രോബബ്ലി വിത്ത് ദ സപ്പോർട്ട് ഓഫ് എ കൗൺസിലർ. അങ്ങനെ ആ വ്യക്തിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഇവിടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവർ. അങ്ങനെയൊക്കെ ഒന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എല്ലാ ഏരിയയും കുറച്ചുകൂടി ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ലെ, നമുക്ക് എവിടെയെങ്കിലും ഒരു അടിപിടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചു പറയുന്ന പോലെ ഒരു ദർ ഷുഡ് ബി എ പോയിന്റ് വേർ തിങ്സ് ക്യാൻ ബി ഇൻഫോംഡ്. പക്ഷെ എന്താണെങ്കിലും ഈ തോതിൽ പോകാനാണെങ്കിൽ നല്ല തോതിൽ ഓപ്പറേഷൻ വർക്കിംഗ് ഉണ്ട്, നല്ല രീതിക്ക് ഗ്രൗണ്ടിൽ തന്നെ വർക്കിംഗ് ചെയ്യുന്നുണ്ട്. അതെ അതെ. ഇപ്പൊ ആൾക്കാർക്ക് കോൺഫിഡൻസ് തോന്നി തുടങ്ങി. ആ ഒരു ടൈമിലാണെങ്കിലും തുടങ്ങിയപ്പോ ബസ്സിലും ട്രെയിനിലും ഒരേ ടൈമില് നമ്മളിങ്ങനെ സെർച്ചിങ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് കുറച്ച് അലേർട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു എന്റെ കാരിയേഴ്സിന് ഇപ്പൊ നമുക്ക് ഏറെക്കുറെ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ശ്രദ്ധിക്കില്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് അല്ലെങ്കിൽ ട്രെയിൻ ആണ്. അപ്പൊ അതിലൂടെയൊക്കെ നമ്മളിപ്പോ തന്നെ യാത്ര ചെയ്യുമ്പോ ബൾക്ക് ആയിട്ടുള്ള ലഗേജ് കൊണ്ടുവരാം. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അല്ല, ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗിന് വലിയ ബൾക്ക് ലഗേജ് ഒന്നും വേണമെന്നില്ല. ഒരു ഷോൾഡർ ബാഗ് ആണെങ്കിലും മതി. കാര്യം ഇത് ക്വാണ്ടിറ്റി എത്ര കുറവാണെങ്കിലും അതിന് അത്രയും വാല്യൂ ഉണ്ടല്ലോ. അല്ലെ, ഞാൻ ഇന്ന് എന്റെ ഒരു യാത്രാ മധ്യേ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു. അപ്പൊ വെറുതെ എങ്കിലും ഞാൻ പരിചയമില്ലാത്തവരെയാണെങ്കിലും കണ്ടു കിട്ടുമ്പോൾ ഞാൻ ആരാന്ന് റിവീൽ ചെയ്യാതെ അവരത്തെ ഒരു ചോദ്യം എടുത്തിടും. സ്പെഷ്യലി ഒരു വിത്തിൻ 40 ഏജിലുള്ള ആൾക്കാരാണെങ്കിൽ, ബിക്കോസ് ദേ ഇന്ററാക്ട് വിത്ത് യങ്ങർ ജനറേഷൻ. അപ്പൊ അങ്ങനെയുള്ള 30s ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പം എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആണ്. ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു കാര്യം പോലും അവിടെ ഇത് എത്രത്തോളം ഇത് റിലവന്റ് ആണെന്ന് എനിക്കറിയില്ല, പറഞ്ഞത് അങ്ങനെ തന്നെ പറയാണ്. അവിടെ MDMA 1 ഗ്രാമിന് 700 രൂപയുള്ളൂ പോലും. എനിക്കറിയില്ല, പറഞ്ഞതാണ്. ഇവിടെ വന്നു കഴിയുമ്പം അതിന് എത്രയോ 1000 റുപ്യാണ്. അപ്പോ ഈ പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞത് ഒരു 5 ഗ്രാം ക്യാരി ചെയ്താൽ പോലും ഹീസ് മേക്കിംഗ് എ ഹ്യൂജ് മണി. ഐ എം നോട്ട് ഗിവിംഗ് ഐഡിയാസ് ഫോർ യൂത്ത്. അതായത് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അപ്പൊ ആ ഒരു ഷോർട്ട് ആയിട്ട് ഒരു, അതായത് പ്രത്യേകിച്ച് അധ്വാനം ഒന്നും ഇല്ലാതെ ഒരു റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞാലും കൂടുതൽ പൈസ ഉണ്ടാക്കാവുന്നുള്ള ഒരു കാരണം കൊണ്ടാണല്ലോ. പിന്നെ 5 ഗ്രാം എന്ന് പറയുന്നത് എന്തോരുണ്ട്, എവിടെ വേണമെങ്കിലും എനിക്ക് മറച്ചു വെക്കാം. അല്ലെ, ആ ഒരു ടെൻഡൻസി ആയിരിക്കണം ഈ പറഞ്ഞ ആൾക്കാർ പെഡ്ലേഴ്സ് ആയിട്ട് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു കാരണം. ഐ കൻ മേക്ക് ഈസി മണി എന്നുള്ളതായിരിക്കണം. പക്ഷെ ഈ ചെക്കിങ്ങും മാത്രം പോരാ, നമുക്ക് എത്രത്തോളം പോയി ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ്സ് വൈ ഐ സെഡ് റൂട്ട് ലെവലിൽ നമുക്ക് ആൾക്കാർ വേണം. അതെ, ഇവിടെ ഇന്ന് നടക്കുന്നു. ഒരു ചെറിയ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, അപ്പാർട്ട്മെന്റുകളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില അപ്പാർട്ട്മെന്റുകളുണ്ട് വേർ ഓൺലി ഫാമിലീസ് ആർ അലൗഡ്. ഇവിടെ ഫാമിലിയെ താമസിക്കാൻ പാടുള്ളൂ. അവിടെ കമ്പാരിറ്റീവ്ലി ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒരു ഫാമിലി ഉണ്ട്, അവിടെ കുട്ടികളുണ്ട്, ആ കുട്ടികൾ ആരെങ്കിലും ഒരു പെഡലർ ഗ്യാങ്ങിൽ കണക്റ്റഡ് എന്നിട്ട് ഒരു വ്യക്തിയുമായിട്ട് ഉപയോഗിക്കുന്ന അല്ലാതെ ദർ ആർ ലോട്ട് ഓഫ് പ്ലേസസ് വെയർ ബാച്ചിലേഴ്സ് സ്റ്റേ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവര് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലങ്ങൾ. അവരൊറ്റയ്ക്കെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു 5-6 പേരൊക്കെ ചേർന്നിട്ടായിരിക്കും പലയിടത്തും റൂം എടുത്ത് താമസിക്കുന്നത്. ഇങ്ങനെയുള്ള ഫ്ലാറ്റുകളിൽ ഇതിന്റെ അതിപ്രസരം വളരെ കൂടുതലാണ്. ഞാൻ ഫ്ലാറ്റുകളുടെ പേര് കോട്ട് ചെയ്യാൻ തയ്യാറല്ല, ബിക്കോസ് റീസൺസ് വെൽ നോൺ. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രത്തോളം ഇവർ റീച്ച് ചെയ്യുന്നുണ്ട് എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഓഫീസേഴ്സ് അവിടെ വന്ന് പറയുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഞങ്ങളെ അറിയിക്കണം. അവരോടാണോ അതോ അല്ല, അവിടുത്തെ അതോറിറ്റീസിനോട്. ഇവിടെ എന്തെങ്കിലും ഇതുപോലുള്ള ഉപയോഗം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കെയർ ടേക്കർ ആവാം, അല്ലെ അസോസിയേഷൻ ആവാം, ആരോടാണെങ്കിലും ഈ ഓഫീസേഴ്സ് അവിടെ വന്ന് പറയുന്നുണ്ട്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടല്ല, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അവിടെ വന്ന് പറയുകയാണ്, ഇവിടെ എന്തെങ്കിലും ഇവിടുത്തെ അങ്ങനെ ഒരു ന്യൂസ് കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. പക്ഷേ
ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുള്ളത് എന്താണെന്നറിയോ, ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് ഈ വ്യക്തികളോട് ചോദിക്കുമ്പം ഇന്നത് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തത്, ഒരു മറുപടിയേ ഉള്ളൂ, നമ്മൾ എന്തിനാ മേഡം ആവശ്യമില്ലാത്തടത്ത് തല വെച്ചു കൊടുക്കുന്നത്, അവര് ചിലപ്പോ വെറുതെ നമുക്ക് ശത്രുത പിടിച്ചു പറ്റാം, ഇവന്മാരൊക്കെ ഊരിക്കൊണ്ട് പോവും, നമുക്ക് വെറുതെ ഇവന്മാരുടെ ശത്രുത മേടിക്കാന്നുള്ളതല്ല ഒരു ഗുണമില്ല. ലാക്ക് ഓഫ് കോൺഫിഡൻസ് മേ ബി നമ്മുടെ നിയമത്തിന്റെ ഒരു അതായിക്കൂടെ ആയിരിക്കാം, എന്താണെങ്കിലും. അപ്പൊ ഈ ഒരു ഹെസിറ്റേഷൻ മാറണം. ഞാൻ പറയുന്നില്ല നേരെ പോയി അവരുടെ അടുത്ത് തലകൂടാൻ നിന്നിട്ട് നമുക്ക് റിസ്ക് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ലാഘഭാവം ഉണ്ടല്ലോ, എന്റെ വീട്ടിലേക്കല്ല. പക്ഷേ നാളെ അയാളുടെ മക്കൾക്കും ആകാമല്ലോ, പെഡ്ലേഴ്സ് ആകാം, ചിലപ്പോ യൂസേഴ്സ് ആകാം, എന്തുമാകാം. എന്തിനധികം കുറഞ്ഞ പക്ഷം ചിന്തിക്കൂ, നിങ്ങളുടെ ഒരു ഫ്ലാറ്റ് അതിനകത്തുണ്ട്, അവിടെ ഒരു കേസ് വന്നു, എന്തെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്ത് ഒരാൾ കൊല്ലപ്പെടുവോ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് ചാടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കാനോ വാടകയ്ക്കോ വെച്ചിരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ പേരാണേ കേടാവുന്നത്. കുറഞ്ഞ പക്ഷം സ്വാർത്ഥതാപരമായി ചിന്തിച്ചാൽ അങ്ങനെയെങ്കിലും ചിന്തിക്കാമല്ലോ, എന്റെ പ്രോപ്പർട്ടിയുടെ പേര് കേടാവും എന്നുള്ള ഒരു പേരെങ്കിലും. തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ ഈ നമ്മൾക്കിപ്പോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്ന് വാടകയ്ക്ക് റെന്റിന് ഇപ്പൊ അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിക്കുന്നു, ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു, ബാക്കിയുള്ളതെല്ലാം അപ്പുറത്തും ഇപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരാണ് പിന്നെ സഫർ ചെയ്യുന്നത്. ഈ ആൾക്കാർക്ക് ഇവർക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ അപ്പാർട്ട്മെന്റിന്റെ ഓണേഴ്സിനോട് ജസ്റ്റ് ഇൻഫോം ചെയ്യാൻ പാടില്ല. ഓണേഴ്സിന്റെ അടുത്തും ചില കാര്യങ്ങളിൽ ഞാൻ സംസാരിച്ചു. ഒന്ന്, ദേ റിഫ്യൂസ് ടു എഗ്രി. റീസൺ എന്താണെന്നറിയാം, ഒരു ഫാമിലിക്ക് ഒരു വീട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാടകയല്ല ഈ സിംഗിൾ ആയിട്ടുള്ളവര് താമസിക്കുമ്പോൾ കിട്ടുന്ന വാടക. അസ്യൂം ദാറ്റ് an അപ്പാർട്ട്മെന്റിന് നോർമൽ റെന്റ് 25,000 രൂപയെന്ന് വെച്ചോളൂ, ഒരു 2 BHK അല്ലെങ്കിൽ ഒരു 3 BHK. ഐ നോട്ട് ടോക്കിംഗ് ബ്രാൻഡ് വൈസ് എടുത്തിട്ട് അങ്ങനെയല്ല പറയുന്നത്. 50,000 1 ലക്ഷം വരെ വാടകയുള്ള അങ്ങനത്തെ വീടുകളുണ്ട്, അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്ന ഒരു സാധാരണക്കാരൻ സാധാരണയായിട്ട് താമസിക്കാൻ ഓപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി, അതിനകത്ത് assume it is 25,000 to 30,000 rupees where a couple probably with children or with parents staying. ഓക്കെ, ഒരു 4 പേരാണ് അവിടുത്തെ അന്തേവാസികളെന്ന് കരുതുക ആ ഫ്ലാറ്റിൽ. വേറസ് ഈ 3 BHK അപ്പാർട്ട്മെന്റ് ഒരു റൂമിൽ 2 പേരെന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 6 പേര് താമസിക്കുന്നുണ്ട്. ഓക്കെ, ഈ 6 പേർക്ക് ഇവർക്ക് കുറഞ്ഞത് 5-നും 8-നും ഇടയ്ക്കുള്ള പെർ ഹെഡ് റെന്റ് ചാർജ് ചെയ്യാം. അതെ, അപ്പൊ പിന്നെ അതിനേക്കാളും ഇരട്ടി നമുക്ക് കിട്ടുകയും ചെയ്യും. സോ വാട്ട് ഡു യു തിങ്ക് ഇസ്, ഇവർ ഈ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഓണർ മസ്റ്റ് ബി സിറ്റിംഗ് എൽസ്വെയർ, ഇവിടെ ആയിരിക്കത്തില്ല. ആണെങ്കിൽ അവരവിടെ താമസിച്ചെന്നെ, തീർച്ചയായിട്ടും അവരിത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേറെ വല്ലയിടത്ത് താമസിക്കുകയായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം വൈ ഷുഡ് ഐ ബോദർ, ഐ എം ഗെറ്റിംഗ് മൈ മണി, എന്റെ പൈസ കൃത്യം കിട്ടുന്നിടത്തോളം ഇതൊന്നും വലിയ വിഷയാക്കണ്ട എന്ന് ധരിക്കുന്നവരാണ്. ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ളവര് 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന്, ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് എന്ത് ചെയ്യാനാ, വേറെ വാടകക്കാരെ കിട്ടണ്ടേ. ഓക്കെ, ഈ എമൗണ്ടിന് കിട്ടത്തില്ല, യു ഗോട്ട് ദി ടേസ്റ്റ് ഓഫ് മണി. റൈറ്റ്, ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവര് ചിന്തിക്കുന്ന ആ പൈസക്ക് വേണ്ടി. അപ്പൊ ഞാൻ പറയുന്നത് ഈ എന്താ പറയുക, തെറ്റ് ചെയ്തവന്റെ ഐഡന്റിറ്റി മറച്ചു വെക്കുന്നതും ക്രൈമാണെന്ന് പറഞ്ഞ പോലെ ഇതും ഒരു തരത്തിൽ അവരും തെറ്റ് ചെയ്യല്ലേ ഇൻഡയറക്ട്ലി. അതെ, അല്ലെങ്കിൽ പിന്നെ ഇത്രയും സോഴ്സ്, അതായത് ഇത്രയും ഈ ബൾക്ക് ആരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു താമസിക്കണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ആളുകളുടെ സോഴ്സ് എന്താണ്? ഇനി ഈ യൂത്തിനെ നമ്മളെങ്ങനെ ഇന്റർഫെയർ ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാലും അവരുടെ ബിഹേവിയറും നമുക്ക് ആവശ്യമില്ലാത്ത പോലെയല്ലായിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ട്രെയിനില് മഴ കൊണ്ടിട്ട് ഒന്ന് അടയ്ക്കാൻ പറഞ്ഞതാ, പക്ഷെ ആ ഒരു പയ്യനെ കുത്തുക ചെയ്ത് സ്ട്രേഞ്ചർ ആയിട്ടുള്ള. ചിലപ്പോ നമുക്ക് അറിയാൻ പറ്റില്ല, അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇതൊക്കെ ഡ്രഗിന്റെ അതൊക്കെ ആയിരിക്കാം മേ ബി. അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് ആ വിൻഡോ അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം അവരുടെ കാര്യമില്ലല്ലോ. അതെ അതെ, ഇപ്പൊ ആരോടും തന്നെ അതാണ് പലരും പേടിക്കുന്നതിന്റെ ഒരു കാരണവും. ആരോടും നമുക്ക് ഒരു കാര്യത്തിൽ തിരുത്താൻ ഒരു എഫേർട്ട് എടുക്കാൻ പറ്റില്ല, ഒരു പേടിയാണ്. അതെ, വാട്ട് ഈസ് ദ റിസ്ക് ബിഹൈൻഡ് ഇറ്റ്? നമ്മളോട് തന്നെ നേരിട്ട് ഒരു മുൻ തലമുറയെ പോലെ തർക്കിക്കോ ഒക്കെ ആണെങ്കിൽ അവിടെ കൊണ്ട് തീർന്നു. ഇതങ്ങനെയല്ല. മേ ബി ദേ ഹോൾഡ് ബാക്ക്. ഈ സാധനം മനസ്സിൽ വെച്ചോണ്ട് നമ്മുടെ ഒരു കുടുംബാംഗത്തിനെ ആയിരിക്കും അവർ ഉപദ്രവിക്കുന്നത്, പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും വണ്ടിയോ മറ്റു കാര്യങ്ങൾ അവിടെ കിടക്കുന്നതായിരിക്കും അവർ ഡാമേജ് ചെയ്യുന്നത്. ഈ നൈറ്റ് ലൈഫ് പോകുന്ന ഈ യൂത്ത് പലപ്പോഴും നട്ടപ്പാതിര വരെ അവർ ഉറങ്ങില്ല. 2 മണി 3 മണി വരെ ഇല്ലാതെ എനിക്ക് അറിയാം ഈ സിംഗിളായിട്ട് താമസിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞ ഫ്ലാറ്റുകളിൽ പലയിടത്തും അവർ ഉറങ്ങാറില്ല. ഒരു 2 o'clock 3 o'clock വരെയും ഐ ക്യാൻ ഹിയർ ദ സൗണ്ട് വെയറെവർ ഇറ്റ് ഈസ്. ഓക്കെ, ബട്ട് വേറെസ് ഫാമിലീസ് ആണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് നേരത്തെ കാലത്ത് ഉറങ്ങി പറ്റൂ. രാവിലെ എണീക്കണം, കാലത്ത് അവർക്ക് ജോലിക്ക് പോകണം, പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടണം.
റെസ്പോൺസിബിലിറ്റി ആണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ രാവിലത്തേക്കുള്ള ഷെഡ്യൂളിങ് തുടങ്ങുവാണ്. അങ്ങനെയല്ല, ഇവർക്ക് ഏതെങ്കിലും നേരത്തെ കിടന്നിട്ട് 10 മണിക്ക് ഓഫീസിൽ പോകണമെന്നുണ്ടെങ്കിൽ 9 എണീറ്റാലും മതി. തീർച്ചയായിട്ടും എണീറ്റ് പോയാൽ പോരെ, വേഗം പണി തീർന്നു. അതെ, പിന്നെ എന്താ പറഞ്ഞ മാതിരി ഒരു എന്തെങ്കിലും ഒന്ന് വലിച്ചാരി ഇട്ടങ്ങ് പോയാൽ മതി. പോകുന്ന വഴിക്ക് കഴിച്ചു വെച്ചില്ല, അത് അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കിപ്പോ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഈ ഉറക്കളച്ച് ഇവരുന്നുകൊണ്ട് ഇവർ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്കറിയില്ല. അവരുടെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്നതാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഡാമേജിങ് യുവർ വെഹിക്കിൾ ഓർ വാട്ട് എവർ ഡാമേജ് ദേ ആർ ഡൂയിങ് ടു യുവർ ഹൗസ്. ഇതൊന്നും നമുക്ക് അറിയില്ല എന്താ അവര് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത്. ആ പേടി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ഈ പറഞ്ഞ ആക്സസ് ഈ നമ്പർ വഴിയെ വിളിച്ചു കഴിഞ്ഞാൽ ഐഡന്റിറ്റി റിവീൽ ആകില്ല എന്നുള്ളത് സേഫ് ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ ധൈര്യപ്പെടും. അല്ലെങ്കിൽ ഇതിന് വില്ലിംഗ് ആയിട്ടുള്ള യൂത്തിനെ പോലീസിന്റെ ഒരു സപ്പോർട്ടിലേക്ക് നമ്മൾ കൂട്ടുക. അതെ, അതാണ് ശരിക്കും ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഇവിടത്തെ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്, അതേപോലെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലും ഇതേപോലെ സ്ട്രോങ് ആവേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും. അയൽ സംസ്ഥാനങ്ങളിലും ഇതേപോലെ തന്നെ ഇപ്പം തമിഴ്നാടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത്. കർണാടക ഐ എം നോട്ട് ഷുവർ ഹൗ ഫാർ. ബാംഗ്ലൂർ എന്ന് പറയുന്ന ടൗൺ എടുത്താൽ തന്നെ ഇറ്റ്സ് ആസ് ഹ്യൂജ് ആസ് സ്റ്റേറ്റ്. അപ്പൊ എന്തൊക്കെ പിടിച്ചു കഴിഞ്ഞാലും അവിടെ എന്തിനാ നമ്മുടെ കേരളത്തിൽ പല ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവര് ഇവിടെ ഒരു കാര്യം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് നേരെ സ്ഥലം വിടുന്നത് ബാംഗ്ലൂർക്കാണ്. പല കേസിലും ഞാൻ കാണാറുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആളെ എവിടുന്ന് കിട്ടി, ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി. അപ്പൊ ഞാൻ മനസ്സിലായിരിക്കും, ഒന്നുകിൽ ഇവര് ഇമ്മീഡിയറ്റ് ആയിട്ട് ബോർഡർ കഴിഞ്ഞാൽ കിട്ടുന്ന കോയമ്പത്തൂർ പോകും. കോയമ്പത്തൂരിൽ നിന്ന് ഫർദർ അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാനും എളുപ്പമാണ്. സ്റ്റേറ്റ് കഴിഞ്ഞല്ലോ, ഇനി അവിടുത്തെ പോലീസിനെ ഇൻഫോം ചെയ്ത് അവര് ആക്ഷൻ എടുത്ത് വരണ്ടേ? അല്ലെങ്കിൽ ബെസ്റ്റ് പരിപാടി ബാംഗ്ലൂര്. കാര്യം ഹൈഡ് ഔട്ട്സ് ഇഷ്ടം പോലെ ഈ സിറ്റിക്കകത്ത് എവിടെ പോയി തപ്പാനാ. ശരിയാ, ഒരു അത്യാവശ്യത്തിന് ഒരാളെ ചേസ് ചെയ്ത് പിടിക്കണമെന്ന് പറഞ്ഞാൽ നടക്കും അവിടുത്തെ ട്രാഫിക്കിൽ ഒരു രക്ഷയില്ല. അപ്പൊ അതുകൊണ്ട് 2 വീലറിൽ പോലും നമുക്ക് അതൊരു ഇവർക്ക് എസ്കേപ്പ് ആയിട്ട് ചെയ്യാം. പിന്നെ അടുത്തത് ഇപ്പൊ വാടകയ്ക്ക് എടുക്കാനാണെങ്കിലും ആര് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ആർക്ക് വേണമെങ്കിലും വീടും കിട്ടും, അല്ലെങ്കിൽ സിംഗിൾ അക്കോമഡേഷൻ കിട്ടും. നോ മച്ച് ക്വസ്റ്റ്യൻസ്, ഒന്നും ചോദിക്കത്തില്ല. ദേ ആർ നോട്ട് ബോതർഡ്. അതിപ്പോ ലിവിങ് ടുഗദർ, നമ്മുടെ ഇവിടെ പോയി ലിവിങ് ടുഗദറിന് ഒരു വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാം, കുറച്ച് പാടാം. എനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അവിടെ നോബഡി ബോദേഴ്സ് ആസ് ലോങ് ആസ് ദേ ഗെറ്റ് ദ റെന്റ് ദേ ആർ നോട്ട് ബോതർഡ്. അവരാകെ പറയും ക്രിമിനൽ കേസുകളൊന്നും ഞങ്ങളുടെ തലയിലേക്ക് വരാതിരുന്നാൽ മതി. അല്ലാതെ അവര് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നവരായിരിക്കണം, നിങ്ങൾ കള്ളു കുടിക്കുന്നവരാണോ, അതൊന്നും അവർക്കൊരു റെസ്ട്രിക്ഷൻസ് ഒന്നും അവിടെ വെക്കുന്നില്ല. പിന്നെ അതേപോലെ നമ്മുടെ ഇവിടെയുള്ള പോലെ CCTV നാട്ടുകാരും അവിടെ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അല്ല, മുക്കിന് CCTV ഉണ്ട്. അതല്ല, നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരുടെ CCTV അവരുടെ കണ്ണിന്റെ ക്യാമറ അതവിടെ കുറവായിരിക്കും. നോബഡി ഈസ് ബോതർഡ്. കുറവെന്നല്ല, നോബഡി ഈസ് ബോതർഡ്. ഓക്കെ, അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചിന്തിക്കുന്നു. അത് അവരുടെ ആ പോളിസി അവര് ആദ്യം താമസത്തിന് വരുമ്പോ തന്നെ അവിടെ സ്ട്രിക്റ്റ് ആണ്. അസോസിയേഷനിൽ നമ്മൾ വീടിന് അപ്രോച്ച് ചെയ്യുമ്പോ തന്നെ അവർ ഫാമിലിക്ക് കൊടുക്കുള്ളൂ പറഞ്ഞ ഫാമിലിക്കേ കൊടുക്കുള്ളൂ. അതൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്. ആ റെന്റും അവിടുത്തെ ലിവിംഗ് പാറ്റേണും ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങോട്ടൊന്നും ഇവരാരും പോകത്തുമില്ല. അല്ലാതുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അത് 1ഉം 2ഉം അല്ലെങ്കിൽ ഇന്ന ഏരിയയിലേ കിട്ടുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. ഇറ്റ്സ് അവൈലബിൾ ഫ്രം എനിവെയർ, വിച്ചെവർ പാർട്ട് ഓഫ് ബാംഗ്ലൂർ യു വാണ്ട്. എങ്ങനെ വേണമെങ്കിലും താമസിക്കാം. അപ്പൊ അത് അവിടെ പോയി മുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കാനും ഒത്തിരി പാടാം. അല്ലെ അത്രയും കൃത്യം ഇവർക്ക് സംവിധാനങ്ങൾ ഉണ്ടല്ലോ, ഫോണും കാര്യങ്ങളും ഒക്കെ വെച്ച് ട്രേസ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര പണിയാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് എല്ലാവരും മുങ്ങിയിട്ട് അങ്ങോട്ടേക്ക്. അതുകൊണ്ട് തന്നെയാണ് കറക്റ്റ്. അത് അപ്പൊ അല്ലേ തന്നെയും യൂത്തിനെ ശ്രദ്ധിച്ചിട്ടോ, ദേ വോണ്ട് ദ ഫ്രീഡം. അതുകൊണ്ടാണ് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും മലയാളം അല്ലാതെ ഇംഗ്ലീഷ് പോലും നേരെ വേണം സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഇപ്പൊ റിക്രൂട്ട്മെന്റിലൊക്കെ വന്നിട്ട് കുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ വോട്ട് യു വാണ്ട് ടു ഡു നെക്സ്റ്റ്, ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ് ഇൻ ബാംഗ്ലൂർ. നമ്മളെടുത്ത് വായിക്കും ചോദിക്കും, ബാംഗ്ലൂർ കന്നഡ അറിയാവോ, ഹിന്ദി അറിയാവോ? ഈ രണ്ടും ഇല്ലാതെ എങ്ങനെയാ? അറ്റ്ലീസ്റ്റ് ഹിന്ദി അറിയാമെങ്കിൽ ജീവിച്ചു പോവാം. അതുമല്ല കന്നഡ അറിയണം, ഈ രണ്ടും ഇല്ല. അത് എന്തിനാ ഇംഗ്ലീഷ് ലീവ് അലോൺ ബാക്കി അതെങ്കിലും ഫ്ലുവന്റ് ആണോ? ഇല്ല. പിന്നെ എങ്ങനെ? എന്തിന്? ഒറ്റ കാരണേ ഉള്ളൂ, ദേ വോണ്ട് ഫ്രീഡം. ആ ഫ്രീഡം ഏത് വിധത്തിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തിപരമാണ്. ആ ഫ്രീഡം ഒരു ക്രേവിംഗ് ഉള്ള ആള് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏത് വിധത്തിലും മാറിപ്പോകും എന്നുള്ളതും വേറൊരു ഫാക്റ്റാണ്. തീർച്ചയായിട്ടും. ചിലപ്പോൾ ഈ ഒരു ചുറ്റുപാട് നല്ലതുപോലെ ജീവിച്ച് അവിടെ പോകുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് അതായത് സറൗണ്ടിങ് ഇസ് നോട്ട് ഇൻഫ്ലുവൻസിങ് യു എന്നുള്ള ഒരു വ്യക്തിക്ക് എവിടെ പോയി കഴിഞ്ഞാലും വിഷയമല്ല. അതെ, ശരിയാ. ഞാനിങ്ങനെ പറ്റുള്ളൂ, അതിപ്പോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിക്ക് കുഴപ്പമില്ല. അല്ലാത്ത ഒരാള് ഐ വോണ്ട് ഫ്രീഡം എന്ന് പറയുമ്പോൾ ഈ ഫാസിനേഷനിൽ വേഗം പോയി പെടും. അവരെ തന്നെ പെടുത്താൻ വേണ്ടി അവിടെ ഒരു വിങ് ഉണ്ടാവും. അവിടെ മെനക്കെടേണ്ട കാര്യമില്ല.
അങ്ങോട്ട് പോണതാണോ ഇങ്ങോട്ട് കിട്ടുന്നത്? ഒന്നും ആവശ്യമില്ല. കൂട്ടത്തിൽ ജസ്റ്റ് യു വിൽ ഗോ അലോങ് വിത്ത് ഇറ്റ്. ഈ ഒഴുക്കിപ്പെട്ട പോലെയാ നമ്മളെ കൂട്ടത്തിലും ഒഴുകിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ആരും വന്ന് അവിടെ നീന്താൻ പഠിപ്പിക്കൊന്നും വേണ്ട. മുങ്ങിപ്പോയി നീന്തി പോകുന്നവരങ്ങനെ നീന്തിയും പൊക്കോളൂ. ദർ ഇസ് നോബഡി. നമ്മളിപ്പോ ഇവിടെയൊക്കെ കേൾക്കുന്നില്ലേ, ഈ കുട്ടികളുടെ ഇടയിൽ പോയിട്ട് പെഡലേഴ്സ് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അവിടെ ആരും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പീപ്പിൾ ആർ വെരി ക്ലിയർ അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ്. അവിടുത്തെ പോലീസിന് ഇതൊക്കെ അറിയാവുന്നതല്ലേ? അവര് കണ്ണടയ്ക്കുന്നതാണോ? എന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത് എവിടെ പോയി തപ്പും. ദ പോപ്പുലേഷൻ ഇസ് സോ മച്ച്. നമ്മളുടെ ഇവിടുത്തെ 2.5 times റെന്റാണ് അവിടെ. ഓക്കെ, ആ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ കോമ്പറ്റ് ചെയ്യണമെങ്കിൽ, അപ്പൊ ഈ ബോംബെയിലൊക്കെ നമ്മൾ പറയില്ലേ, ഒരു മുറിയും ഒരു അടുക്കളയുള്ളത് ലക്ഷറിയാന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രൊമൈസസിൽ ഇത്രയും പറഞ്ഞ ആൾക്കാർ താമസിക്കുമ്പം എവിടെ പോയി ആരെ ട്രേസ് ചെയ്യാനാ? ശരിയാണ്. എത്രത്തോളം